എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ചെറിയൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. നിങ്ങൾ ഓൺലൈനിൽ ഒരു നല്ലൊരു ഇലക്ട്രിക് സൈക്കിൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണോ, ഏത് സൈക്കിൾ വാങ്ങണം എന്ന് ഒരു ഐഡിയ കിട്ടാതെ നിൽക്കുന്നവരാണെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 35,000 രൂപയ്ക്ക് ഓൺലൈനിൽ എല്ലാവർക്കും പരിചയമായിട്ടുള്ള ഇമോട്രാഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ടീറെക്സ് എയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇലക്ട്രിക് സൈക്കിളിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. കുറേ പ്രത്യേകതയാണ്, ക്രൂയിസ് കൺട്രോൾ ഉൾപ്പെടെ കുറേ പ്രത്യേകത അടങ്ങിയിട്ടുള്ള ഒരു സൈക്കിളാണ് ഈ ടീറെക്സ് എയർ. സോ ഗൈസ്, ഇതാണ് ഈ മോട്ടറിൻ്റെ ടീറെക്സ് എയർ എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ കേട്ടോ. നമ്മുടെ സ്റ്റൈലിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 29 ആണ് വീൽ സൈസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. നമുക്ക് ഷ്രേഡർ വാൽവാണ്. ഏത് ബൈക്ക് കടയിൽ പോയാലും നമുക്ക് എയറും കാര്യങ്ങളൊക്കെ നിറയ്ക്കാൻ പറ്റും കേട്ടോ. ടീറെക്സ് എന്നാണ് ഇതിൻ്റെ മോഡൽ, ടീറെക്സ് എയർ. 29 വീൽ സൈസ്. വീൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ഹാർട്ടെക്സിൻ്റെ തന്നെയാണ് വരുന്നത്. പിന്നെ അത്യാവശ്യം നമുക്ക് ഇതിനുള്ള വീലും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഫ്രണ്ടിലും യൂസ് ചെയ്തിട്ടുള്ളത്. റിമ്മും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ ക്വിക്ക് റിലീസാണ്. നമുക്ക് ഫ്രണ്ടിൽ സിമ്പിളായിട്ട് ഊരി കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഡിസ്ക് ബ്രേക്ക് ഓട്ടോ കട്ട് ഓഫ് ആണ് കേട്ടോ. ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് സംബന്ധമായിട്ടുള്ള എല്ലാ ഡീറ്റെയിലും ഓട്ടോ കട്ട് ഓഫ് ആണ്. മെക്കാനിക്കൽ ഡിസ്ക് ബ്രേക്ക്. ഫോർക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ഫോർക്ക് ആക്ച്വലി നോർമൽ ഒരു ഫോർക്കാണ്. ആക്ച്വലി 100 mm ഫോർക്കാണ് കേട്ടോ. എനിക്ക് ആക്ച്വലി ഞാനൊരു 100 കിലോമീറ്റർ ഓടിച്ച് നിങ്ങൾക്കറിയാം ഇവിടം വരെയൊക്കെ വർക്ക് ചെയ്യും കേട്ടോ. ഇത്രയും പോർഷനൊക്കെ വർക്ക് ചെയ്യും. നല്ലോണം ആക്റ്റീവായിട്ട് വർക്കാവുന്ന ഒരു ഫോർക്കാണ് ഇത് വരണത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ലൈറ്റ് കാണാം കേട്ടോ. ലൈറ്റ് ആക്ച്വലി നല്ല വെളിച്ചമുണ്ട് കേട്ടോ രാത്രിയൊക്കെ. CD ഡിസ്പ്ലേയിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം 103 കിലോമീറ്ററാണ് ഞാൻ ക്ലോക്ക് ചെയ്തിരിക്കുന്നത്. 103 കിലോമീറ്റർ, 103 കിലോമീറ്ററാണ് ഞാൻ ക്ലോക്ക് ചെയ്തിരിക്കുന്നത്. അതിൽ കൂടുതൽ നൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ വെളിച്ചം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നൈറ്റ് ഒരു രക്ഷയില്ലാത്ത വെളിച്ചം നല്ല കാര്യങ്ങൾ തരുന്നുണ്ട്. അതിൻ്റെ പണി നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല വെളിച്ചം, നല്ല വെളിച്ചമുണ്ട്. അതുപോലെ തന്നെ ഫ്രെയിമിലേക്ക് വരാം. ഫോർക്ക് കഴിഞ്ഞ ഫ്രെയിം നമുക്കൊരു സ്റ്റീൽ ഫ്രെയിമാണ് വരണത്. ഈ മോട്ടറാഡിൻ്റെ ലോഗോയും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബൈക്ക് എന്നുള്ള ബ്രാൻഡിങ് ആണ്. ബിൽറ്റ് ഇൻ ഇന്ത്യൻ ബ്രാൻഡ് തന്നെയാണ്. ഇന്ത്യയിൽ കാര്യങ്ങളെല്ലാം ചെയ്യണത് തന്നെയാണ് കേട്ടോ. ഇവിടെ ടീറെക്സ് എയർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രെയിം വൃത്തികേടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇൻറ്റേർണൽ കേബിൾ റൗട്ടിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ബോട്ടിൽ ഗേജ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാൻ വേണമെങ്കിൽ കേട്ടോ. ഇവിടെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു യെല്ലോയിലാണ് ഇതിൻ്റെ, യെല്ലോ ബ്ലാക്ക് ആണ് ഇതിൽ വരണത്. നമുക്ക് കളറും കാര്യങ്ങളെല്ലാം വരണത്, കളർ സ്കീമും കാര്യങ്ങളൊക്കെ വരണത് കേട്ടോ. അതുപോലെ തന്നെ ബാറ്ററി, ഇതാണ് ഈ മോട്ടറാഡിൻ്റെ ബാറ്ററി വരണത്. ബാറ്ററി ആക്ച്വലി നമുക്ക് ഇവിടെ ഒരു ചാർജിങ് പോർട്ട് നമുക്ക് കാണാം കേട്ടോ. ചാർജറും കാര്യങ്ങളെല്ലാം ബോക്സിൽ ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ ബാറ്ററി നമുക്ക് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്കൊരു സ്വിച്ചും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. അവിടെ സ്വിച്ച് ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് ബാറ്ററി വരുന്നത്. ഒരു 3 മണിക്കൂറൊക്കെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 80% ബാറ്ററി ഏകദേശം ചാർജ് ആവും കേട്ടോ. 3 hours 80%ഓളം ബാറ്ററി ചാർജ് ആവും. 80% ചാർജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനി പറയണത് 45 45 കിലോമീറ്റേഴ്സാണ് ഫുൾ ചാർജിൽ പറയണത്. പക്ഷേ ഫുൾ ചാർജിൽ എനിക്ക് തോന്നുന്നത് ഞാൻ ആക്ച്വലി 48 ആ റേഞ്ചിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഫുൾ ചാർജിൽ ഈ മോട്ടറാഡിൻ്റെ ടീറെക്സ് എയർ ഞാൻ ഓടിച്ചതിൽ വെച്ച്. അതുപോലെ തന്നെ എനിക്ക് ഇതെടുത്ത് പറയാനുള്ളത് റിമൂവബിൾ ബാറ്ററിയാണ്. ഞാൻ കാട്ടിത്തരാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ചാവി അവർ തരണതാണ് കേട്ടോ. ആ ചാവി ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമുക്ക് ചെയ്യേണ്ടത്. അതിൻ്റെ ഇത് ഇപ്പുറത്താണ് വരുന്നത് കേട്ടോ. ഞാൻ കാട്ടിത്തരാം. ജസ്റ്റ് ഇതൊന്ന് തിരിച്ചാൽ മതി കേട്ടോ. ഇതുപോലെ തിരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സാധനം സിമ്പിളായിട്ട് ഒന്ന് മേലോട്ട് വലിച്ചാൽ മതി. ഒന്ന് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്ററി ഊരി എടുക്കാൻ പറ്റും കേട്ടോ. കയ്യിലേക്ക് ഊരി പോന്നിട്ടുണ്ട്. ഇതിവിടെയാണ് ചാർജിങ് പോർട്ട്. ഇവിടെയാണ് അതിൻ്റെ ലോക്ക് അൺലോക്ക് അതിലേക്ക് ഘടിപ്പിക്കേണ്ടത് കേട്ടോ. ഞാൻ വല്ലാണ്ട് മാലീസായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പാടത്തേക്ക് അങ്ങോട്ട് പോകും. അതാണ് ഞാൻ 2 കൈ കൊണ്ടും എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതാണ് ബാറ്ററിയും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് ഇത് സിമ്പിളായിട്ട് ഊരി വീടിൻ്റെ അകത്ത് പോയി ചാർജും കാര്യങ്ങളൊക്കെ ചെയ്ത് വയ്ക്കാൻ പറ്റും കേട്ടോ. ലോക്കായിട്ടില്ല. ലോക്കാക്കണമെങ്കിൽ ഇപ്പുറത്ത് ഒരു കീ സൈഡ് ഉണ്ട്. അവിടെ പോയിട്ട് വേണം നമുക്ക് ലോക്ക് ചെയ്യാൻ കേട്ടോ. ലോക്ക് ചെയ്തില്ലെങ്കിൽ വല്ല ഓഫ് റോഡ് ചെയ്യുമ്പോൾ ചാടി പുറത്തേക്ക് വരാൻ ചാൻസസ് ഉണ്ട്. സോ അത് ലോക്ക് ചെയ്തിട്ട് തന്നെ വെക്കണം കേട്ടോ.
പിന്നെ ഫ്രെയിമിനെ കുറിച്ച് വേറെ എടുത്ത് പറയാനും കാര്യങ്ങളൊന്നുമില്ല. കളറ് നല്ലോണം അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഈ യെല്ലോയിഷ് കളർ കാര്യങ്ങളൊക്കെ വരുന്നത്. ബാക്കിലേക്ക് കാര്യങ്ങൾ ഡീറ്റെയിൽ അറിയണേക്കാട്ടും മുന്നേ ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് സംസാരിക്കണേക്കാട്ടും മുന്നേ നമുക്ക് ആക്ച്വലി ഇതിൻ്റെ ഹാൻഡിൽ ബാറിനെ കുറിച്ച് സംസാരിക്കാം. ഹാൻഡിൽ ബാറിൽ ആക്ച്വലി നമുക്ക് ഇവിടെയാണ് റൈറ്റിലാണ് ഇതിൻ്റെ ആക്സിലേറ്ററും കാര്യങ്ങളെല്ലാം വരുന്നത്. ഇവിടെ ആക്സിലേറ്റർ നമുക്ക് ഇങ്ങനെ തിരിക്കുന്ന ആക്സിലേറ്ററാണ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിത് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൺ ചെയ്യാൻ ആക്ച്വലി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഈ സാധനം തിരിച്ച് ഇവിടെ നമുക്കൊരു സ്വിച്ച് വരുന്നുണ്ട് കേട്ടോ. അത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ആ സാധനം ഓൺ ആവുക. അപ്പോൾ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൺ ആവണത് മനസ്സിലാവണത് നമുക്ക് ആക്ച്വലി ഇവിടെ ഒരു ഇത് ഡിസ്പ്ലേ ഓണായി വരും കേട്ടോ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഓൺ ആയിട്ടുണ്ട്. ഇൻ കേസ് ഡിസ്പ്ലേ ഓൺ അവിടെ ഇല്ലെങ്കിൽ ഈ സ്വിച്ച് ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇത് ഇപ്പോൾ ഓഫ് ആവുകയാണെങ്കിൽ സ്വിച്ച് ഓഫ് ആവുകയാണെങ്കിൽ ഈ ബാറ്ററി ഇത് എത്ര അമർത്തി പിടിച്ചിട്ടും ഇത് ലോങ് പ്രസ് ചെയ്താലും ഇത് വർക്ക് ചെയ്യില്ല. കാരണം ഇതിൻ്റെ ബാറ്ററി പവർ ഓൺ ചെയ്യണം. അപ്പോൾ ബാറ്ററി ഓൺ ചെയ്തിട്ട് വേണം ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ടൈമൊക്കെ കിട്ടുമ്പോൾ അങ്ങനത്തെ ഇതുകളൊക്കെ പറ്റും. സോ അത് ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൽ കാണുന്നത് എത്ര എനർജി ബാറാണ്, എത്ര ചാർജ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് കേട്ടോ. ഇതിൽ നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ കുറഞ്ഞ് വരും സ്പീഡിൻ്റെ ഇതും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട്, പവർ കുറയുന്നതിനനുസരിച്ചിട്ട്. പിന്നെ എത്ര സ്പീഡിലാണ് പോണത് എന്ന് ഇതിൽ അറിയാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഏത് ഗിയറിലാണ്, മോട്ടറിൻ്റെ ഗിയറാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എത്ര പവറിലാണ് മോട്ടർ കൂട്ടണേന്ന് നമുക്കിത് 5, 6, 5ഒക്കെയാണ് മാക്സിമം വരുന്നത് കേട്ടോ. 25 ഇതിൻ്റെ മാക്സിമം സ്പീഡ് വരണത്. ഇവിടെ പ്ലസും മൈനസും ഉണ്ട്. ഇത് നമുക്ക് ലോങ് പ്രസ് ചെയ്ത് ഓഫ് ചെയ്യാനും ഇത് ചെയ്യാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അടിയിൽ ഒരു ഓഡോമീറ്റർ ഉണ്ട്. 103 കിലോമീറ്റർ ഞാൻ ഓടിച്ചിട്ടുണ്ട്. ഇനി ഓടിക്കുന്ന സമയത്ത് ഞാൻ പറയാം, വാക്കിംഗ് മോഡും ക്രൂയിസ് കൺട്രോൾ മോഡും ഉണ്ട് കേട്ടോ ഇതിൽ. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈക്കിളിലാണ്, ഒരു MTB സൈക്കിളിലാണ് പറയണത്. ക്രൂയിസ് കൺട്രോളും വാക്കിംഗ് മോഡും എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡുണ്ട്. പിന്നെ പെഡൽ അസിസ്റ്റൻറ്റ് വരുന്നുണ്ട്. പെഡൽ അസിസ്റ്റൻറ്റ് നമുക്ക് ആക്ച്വലി ഇതിവിടെ മോഡുകളുണ്ട്. അതുപോലെ അതിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഏത് മോഡിലാണ് പെഡൽ അസിസ്റ്റൻറ്റും കാര്യങ്ങളൊക്കെ വേണ്ടത് എന്നുള്ളത്. പകുതി മോട്ടറിൻ്റെ സഹായം, പകുതി നമ്മുടെ എഫേർട്ട് കൊടുത്തിട്ട് അതിനാണ് ഈ പെഡൽ അസിസ്റ്റൻറ്റ്. പെഡലിനെ അസിസ്റ്റ് ചെയ്യുന്നതാണ് മോട്ടർ, നമ്മളെ അസിസ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ ചവിട്ടാതിരിക്കരുത്. ചവിട്ടാതിരിക്കണമെങ്കിൽ ആക്സിലേറ്റർ മാത്രം കൊടുക്കണമെങ്കിൽ മോട്ടർ മാത്രം വർക്ക് ചെയ്തിട്ട് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും കേട്ടോ. അതാണ് അതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. നമുക്ക് ഓടിക്കുമ്പോൾ നമുക്ക് ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിനെക്കുറിച്ച് പറയാം കേട്ടോ. പിന്നെ അത്യാവശ്യത്തിന് വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെയാണ്. ക്ലീനായിട്ട് അവർ ഇതേ കേബിൾ റൗട്ടിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സാധനം നല്ല രീതിയിൽ അവർ ഫുള്ള് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ലൊരു സംഭവമാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ചെറിയൊരു LCD ഡിസ്പ്ലേ, ഇത് നല്ലൊരു എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവമാണ്. എത്ര സ്പീഡിലാണ് കാര്യങ്ങളൊക്കെ പോണത്. ഇപ്പുറത്ത് നമുക്ക് കീ അൺലോക്കും ലോക്കും ചെയ്യാനുള്ളത്. നമ്മുടെ ഇഗ്നിഷൻ ബൈക്കിൻ്റെ ഒക്കെ ഓൺ ചെയ്യണ പോലെ ഇവിടെ ഒരു ഹോൺ വരുന്നുണ്ട് കേട്ടോ. ചെറിയൊരു ഹോൺ എന്നുള്ളൊരു ഇതിലാണ് ഹോൺ വരുന്നത്. പിന്നെ ഇത് നമ്മുടെ നോർമൽ സൈക്കിളിൻ്റെ ഗിയറാണ് വരുന്നത്. ഷിമാനോ 7 സ്പീഡ് ഗിയറാണ്. ഇത് നമുക്ക് കുറയ്ക്കണമെങ്കിൽ ഇത്, അതുപോലെ തന്നെ കൂട്ടണമെങ്കിൽ ഇവിടെ പ്ലസിൻ്റെ ചിഹ്നട്ട്. അതൊക്കെ നിങ്ങൾക്ക് തന്നെ ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. മൈനസ്, പ്ലസ്. അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കയറ്റം ക്ലൈമ്പൊക്കെ കയറുമ്പോൾ ചെയ്യാൻ പറ്റും. പിന്നെ ക്ലൈമ്പ് ചവിട്ടി കയറാന്നുള്ളതും നമുക്ക് മറ്റേ റൈഡ് ചെയ്യുമ്പോൾ സംസാരിക്കാം കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ക്ലൈമ്പിങ് എക്സ്പീരിയൻസ്. 100 കിലോമീറ്റർ ഞാൻ ഓടിച്ചതിൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രെയിം, ഫ്രണ്ടിലത്തെ ഭാഗവും കാര്യങ്ങളും, ഇതിൻ്റെ ഹാൻഡിൽ ബാറിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളെല്ലാം വരുന്നത്. പിന്നെ നമുക്കിനി ഇതിൻ്റെ മെയിൻ ഇതിൻ്റെ എൻജിൻ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ, സർക്കാസ്റ്റിക്കലി പറയണതാണ് എൻജിൻ സൈഡിൽ കേട്ടോ. ഇതിൻ്റെ ഡ്രൈവ് ട്രെയിനും കാര്യങ്ങളെല്ലാം ചെയ്യുകയാണെങ്കിൽ ബാക്കിൽ 7 സ്പീഡാണ് വരണത്. നമുക്കിത് ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. 7 സ്പീഡാണ് വരണത്. അതിൽ നമുക്ക് ബാക്കിൽ വരുന്നത് ടേണിയാണ്, ബാക്കിലത്തെ ഡിറൈലറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ഡിറൈലറും കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ സ്പീഡാണ് ആക്ച്വലി ഇതിന് വരുന്നത്. സിംഗിൾ 1/7 ആണ്. 1/7 ആണ് ഇതിൻ്റെ ഗിയർ റേഷ്യോ കാര്യങ്ങളെല്ലാം വരുന്നത് കേട്ടോ. ബാക്കിൽ ടൂറിന് ഗ്രൂപ്പ് സെറ്റ്, അതിനൊരു പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ബാക്ക് ടയറാണ്, ബാക്ക് വീൽ ഡ്രൈവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. ഇതാണ് അതിൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ബാക്കിലും 29 വീൽ സൈസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമുക്ക് സ്ട്രൈഡർ വാൽവ് തന്നെയാണ് കേട്ടോ. വാൽവും കാര്യങ്ങളൊക്കെ വരുന്നത്. ഏത് ഷോപ്പിൽ പോയി കഴിഞ്ഞാലും നമുക്കത് സുഖമായിട്ട് ടയറും കാര്യങ്ങളൊക്കെ അടിക്കാൻ പറ്റും. പിന്നെ ഇൻഫ്ലേഷൻ, മാക്സിമം ഇൻഫ്ലേഷൻ 58 PSI കാര്യങ്ങളെല്ലാം ടയർ കൊടുത്തിട്ടുണ്ട്. 29 വീൽ സൈസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യത്തിന് ക്വാളിറ്റി ആയിട്ടുള്ള റിമ്മും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. T-Rex Air എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓൺലൈനിൽ വാങ്ങുമ്പോൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ അൺബോക്സിങ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇത് നമുക്ക് ഫ്രണ്ടിൽ ഒരു ലൈറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. അതും ഇൻക്ലൂഡഡ് ആണ്.
പിന്നെ സീറ്റ് അത്യാവശ്യത്തിന് കുഷ്യനിങ് ആണ്. നമ്മളിപ്പോൾ റേസ് ഓടിക്കുന്ന സീറ്റും കാര്യങ്ങളൊന്നുമല്ല, ആ ഒരു സീറ്റിൻ്റെ പണി കാര്യങ്ങളൊക്കെ അത് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ക്വിക്ക് റിലീസ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ബാക്കിൽ പിന്നെ നട്ട് ബോൾട്ടാണ്, അത് പിന്നെ ഓൾറെഡി അങ്ങനെയാണ്. ഓൾമോസ്റ്റ് എല്ലാ ഇലക്ട്രിക് സൈക്കിളും അങ്ങനെ പറ്റുള്ളൂ, ത്രൂ ആക്സൊന്നും പറ്റില്ല. അപ്പോൾ അത് അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. സോ ഇനി നമുക്ക് ഇവനൊന്ന് ഓടിച്ച് നോക്കാം, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം കേട്ടോ, ഇത്രയും കിലോമീറ്റർ ഓടിച്ചതിൻ്റെ. സോ നമുക്ക് ഒന്ന് റൈഡ് ചെയ്യാം കേട്ടോ. ഇനി ആക്ച്വലി റൈഡ് ചെയ്യാനാണ്. നമുക്കിപ്പോൾ ഫസ്റ്റ് ആക്സിലേറ്ററിൽ പോകാം കേട്ടോ. ആക്സിലേറ്ററിൽ പോകണമെങ്കിൽ ഇവിടെ ഇപ്പോൾ 0 ആണ് കാട്ടണത്. 1 2 3 4 5 ഫുള്ളിലിട്ടിട്ടുണ്ട് കേട്ടോ. ഫുള്ളിലിട്ടിട്ട് തന്നെ നമുക്ക് ഓടിക്കാം. ആക്സിലേറ്റർ കൊടുത്തിട്ടാണ്. നമ്മുടെ സൈക്കിളിൻ്റെ ഗിയറൊന്നും ഞാനിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല കേട്ടോ. ഇവിടെ ചെറിയൊരു ഓഫ് റോഡ് ഉണ്ട്. ഓഫ് റോഡ് കോമ്പാക്റ്റബിൾ അല്ല കേട്ടോ. ഓഫ് റോഡ് ഉപയോഗിക്കാനൊന്നുമല്ല. ഞാനിവിടെ പൊട്ട റോഡ് കണ്ടപ്പോൾ അവിടെ നിന്ന് ഓടിച്ച് കാട്ടി തന്നതാ. നമുക്ക് ഞാൻ റൈഡ് ചെയ്യണില്ല, ആക്സിലേറ്റർ തന്നെയാണ് കേട്ടോ ഫുള്ള് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആക്സിലേറ്ററിൽ നമുക്ക് ഫസ്റ്റത്തെ ഓപ്ഷൻ ആക്സിലേറ്റർ. ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത് ക്രൂയിസ് കൺട്രോൾ എന്ന് പറയും. ക്രൂയിസ് കൺട്രോൾ ആക്ച്വലി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നോർമലി ഒരു ഇതിന് വരുന്ന അതേ സംഭവം തന്നെയാണ് ഈ ക്രൂയിസ് കൺട്രോൾ എന്ന് പറയുന്നത്. നമുക്കൊന്ന് ഇതേ ഈ സാധനം ആക്സിലേറ്റർ ഒന്ന് കൊടുത്തു, ഇവിടെ മൈനസ് ചിഹ്നം കണ്ട, ഈ മൈനസ് ചിഹ്നം ഉണ്ട്. ആ മൈനസ് ചിഹ്നം അമർത്തി പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വാക്കിംഗ് മോഡായി. അതിനുശേഷം ഒന്നുകൂടി അത് അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ നോർമൽ ഇതായി. പിന്നെ വീണ്ടും അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ ലോങ് പ്രസ് ചെയ്യാൻ കേട്ടോ. 5-ല് ഇപ്പൊ ക്രൂയിസ് കൺട്രോളിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നമുക്ക് അതിൻ്റെ ഒരു ഇത് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. ക്രൂയിസ് കൺട്രോളിലാണ് ഇപ്പോൾ പോണത്. ക്രൂയിസ് 5 എന്ന് പറഞ്ഞിട്ട് അവർ എഴുതി കാട്ടിയിട്ടുണ്ട്. സോ ഒരു 20-23 ആ ഒരു അതിൽ തന്നെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പോകാൻ പറ്റും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ റൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് കയ്യും വിടാം, കാലും ഫുള്ള് ഇങ്ങനെ തന്നെ ഇങ്ങനെ പൊക്കോളൂ കേട്ടോ. അപ്പോൾ ഒന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. അത് ഒന്നും നമ്മൾ ചെയ്യണില്ല, വെറുതെ സൈക്കിളിൽ ഇരുന്ന് കൊടുത്താൽ മതി കേട്ടോ. ക്രൂയിസ് കൺട്രോളിൽ ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ ലാലാക്കും വഴി പോകാൻ കഴിച്ചു. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം കേട്ടോ, ക്രൂയിസ് കൺട്രോൾ. അടുത്തത് വാക്കിംഗ് മോഡാണ്. ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരന്മാരും കാര്യങ്ങളെല്ലാവരും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വാക്കിംഗ് മോഡ്. അതിനെക്കാട്ട് മുന്നേ ഞാൻ ഒരു വിരലുകൊണ്ട് നമ്മൾ ബ്രേക്ക് ഒന്ന് പ്രസ് ചെയ്തു കേട്ടോ. സോ ഫുള്ള് കട്ട് ഓഫ് ആണ്. ബ്രേക്കും കാര്യങ്ങളും പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലക്ട്രിക് സംബന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും കട്ട് ഓഫ് ആയിട്ടാ. ഇനി നമ്മൾ അതുപോലെ തന്നെ ആക്സിലേറ്ററും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. ജസ്റ്റ് ഈ മൈനസ് ചിഹ്നം ഒന്ന് അമർത്തി പിടിക്കുകയാണെങ്കിൽ അമർത്തി പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാക്കിംഗ് മോഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡിലേക്ക് വരും കേട്ടോ. വാക്കിംഗ് മോഡ് അത്രേ ഉള്ളൂ. ഒരാൾ നടക്കണ സ്പീഡിൽ നമുക്ക് നടന്ന് ആളുടെ ഒപ്പം സംസാരിക്കാം, അത്ര ഉദ്ദേശിച്ചിട്ടാണ് വാക്കിംഗ് മോഡ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. വേറെ പ്രത്യേകിച്ച് വാക്കിംഗ് മോഡ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. വാക്കിംഗ് മോഡ് അതാണ്. അടുത്തത് നമുക്ക് ഇനി ക്ലൈംബ് കയറും എന്നുള്ളതാണ് അടുത്തൊരു ഇത് വരണത്. ബാക്കിയെല്ലാം നമ്മൾ കവർ ചെയ്തു. 4 മണിക്കൂർ ഫുൾ ചാർജ്, 3 മണിക്കൂർ 80% ചാർജ് ഉണ്ടാവും. ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് എത്ര മണിക്കൂർ ചാർജ് ചെയ്യണം അതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യില്ല. 3 മണിക്കൂർ ചാർജ് ചെയ്ത് ഏകദേശം നമുക്ക് 80% ചാർജ് ആവുന്നതാണ് കമ്പനി പറയണത്. ഞാൻ ഫുൾ ചാർജിലാണ് എടുക്കാറ്. ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം 48 കിലോമീറ്ററൊക്കെ ഓടിക്കാനുണ്ട്. സിമ്പിളായിട്ട് 48 കിലോമീറ്ററൊക്കെ ഞാൻ ക്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ക്ലൈംബ് കയറുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ക്ലൈംബ് നമുക്ക് ആക്സിലേറ്ററിൽ കൊടുത്തിട്ട് വേണമെങ്കിൽ ആക്സിലേറ്ററോ പെഡൽ അസിസ്റ്റൻറ്റോ മാത്രമായിട്ട് നമുക്ക് കൊടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല. നമ്മൾ എപ്പോഴും നമ്മളോട് സപ്പോർട്ട് ചെയ്തിട്ട് ക്ലൈംബ് കയറണതായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങളൊരു 10-50 കിലോമീറ്ററൊക്കെ പോകുന്നുണ്ടെങ്കിൽ അത്രയും ഫുൾ എഫേർട്ട് ഇതിനെ കൊണ്ട് എടുപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്ററി ഫുള്ളായിട്ട് ഡ്രെയിൻ ആയി പോകട്ടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പവർ വേണ്ടി വരില്ല. നമ്മുടെ വെയിറ്റും എല്ലാ വെയിറ്റും കയറ്റം കയറും. പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യണത് നമ്മളോട് ഒന്ന് പെഡൽ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പോൾ ക്ലൈംബ് കയറാൻ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആ ഒരു ഭാഗം ക്ലിയർ ആയില്ലേ. പിന്നെ നമുക്ക് ഫുള്ള് എനിക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഈ ഒരു നല്ലൊരു മോഡൽ കുറേ ഇഷ്ടംപോലെ മോഡൽസ് ഉണ്ട്. അതിലൊരു മോഡലാണ് കേട്ടോ ഈ T-Rex Air എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ വേറെ പ്രത്യേകിച്ചൊന്നും ഇതിൻ്റെ വിശേഷങ്ങളായിട്ട് എടുത്ത് പറയാനില്ല. എല്ലാം കവർ ചെയ്തു എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബൈക്കിൻ്റെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. സ്റ്റേ ട്യൂൺ ഫോർ കിഡിലൻ വീഡിയോസ്. അടുത്ത കുറേ വീഡിയോസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇലക്ട്രിക് സൈക്കിൾ വെച്ചിട്ട്. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.